എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ധനികനായ ഒരാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ പ്രയാസകരമാണെന്ന് യേശു കർത്താവ് പറയുന്നു. അപ്പോൾ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമാണെന്നും എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നും യേശു കർത്താവ് അവർക്ക് ഉറപ്പു നൽകുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ താൻ എന്ത് സൽപ്രവൃത്തി ചെയ്യണമെന്ന് ഒരു ധനികനായ യുവാവ് യേശുവിനോട് ചോദിച്ചപ്പോൾ ദൈവം മാത്രമാണ് നല്ലവനെന്ന് പറഞ്ഞുകൊണ്ട് പാലിക്കേണ്ട കൽപ്പനകളുടെ ഒരു പട്ടിക യേശു കർത്താവ് ആ വ്യക്തിയോട് പ്രസ്താവിക്കുന്നതും അപ്പോൾ ആ മനുഷ്യൻ അഭിമാനത്തോടെ അന്ധമായി താൻ അവ ചെറുപ്പം മുതലേ പാലിച്ചുവെന്ന് പ്രതികരിക്കുന്നതും യേശു അവനോട് സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നതും. എന്നാൽ ആ യുവാവ് ഇത് കേട്ടപ്പോൾ ദുഃഖിതനായി തിരിച്ചുപോയി, കാരണം അവന് വളരെ സമ്പത്തുണ്ടായിരുന്നുവെന്നും 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു. 23 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് പറയുന്നതായി നാം കാണുന്നു. ധനികനായ യുവാവുമായുള്ള യേശുവിന്റെ സംഭാഷണത്തിന് ശേഷം യേശു കർത്താവ് ശ്രദ്ധേയമായ ഈ കാര്യം പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം കാണിക്കുന്നു. ആ ധനികനായ യുവാവ് തിരിച്ചുപോയ ശേഷം കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പ്രബോധനത്തിനു വേണ്ടി പറയുന്നത് ധനവാൻ സുവിശേഷം സ്വീകരിക്കുകയോ ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ നിയമങ്ങൾക്ക് വിധേയനാകുകയോ ചെയ്യുന്നത് ദുഷ്കരം ആണെന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 23 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ സമ്പത്തുള്ളവർ എന്ന പദമാണ് കർത്താവ് ധനത്തിൽ മാത്രം ആശ്രയിക്കുന്ന ധനികർ എന്ന ആളുകളെക്കുറിച്ച് വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ധനികർ അവർക്ക് ആവശ്യമുള്ളത് എളുപ്പത്തിൽ നേടാനും പണം കൊണ്ട് ഭൗമിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും എളുപ്പമുള്ളവർ ആയതുകൊണ്ട് തന്നെ സ്വയം ദൈവമുൻപാകെ താഴ്ത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. സമ്പത്തുള്ളവർക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഇത്ര ബുദ്ധിമുട്ടാക്കുന്നതും കൃപയിലേക്കോ മഹത്വത്തിലേക്കോ ഉള്ള വഴി തടസ്സപ്പെടുത്തുന്നതിനും കാരണം സമ്പത്ത് ഉണ്ടെന്നതുകൊണ്ടല്ല, മറിച്ച് ആ സമ്പത്തിൽ മാത്രം അവർ പ്രത്യാശയും ആശ്രയവും വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും എന്ന് സദൃശവാക്യങ്ങൾ 11 അധ്യായം 28 വാക്യത്തിലെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, സമ്പത്ത് ഒരു മനുഷ്യന്റെ ആത്മീയ കാഴ്ചപ്പാടിനെ വളച്ചൊടിക്കാൻ കാരണമാകുന്നു എന്നതാണ്. തന്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുന്ന ധനികന് താൻ യഥാർത്ഥത്തിൽ ദൈവിക കാര്യത്തിൽ ദരിദ്രനാണെന്നും ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടതുണ്ടെന്നും തിരിച്ചറിയാൻ പ്രയാസമാണ്. ദൈവിക കാര്യത്തിലെ ദാരിദ്ര്യത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അവൻ പരാജയപ്പെടുമ്പോൾ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് വഴങ്ങി മാനസാന്തരപ്പെടാനും തന്നെത്താൻ താഴ്ത്തി കർത്താവിനെ സ്വീകരിക്കാനും ധനത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരുവന് കഴിയില്ല. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആര് എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ എന്ന സദൃശവാക്യങ്ങൾ 30 അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവെഴുത്തുകൾ നമ്മുടെ ഭൗതിക സമൃദ്ധിയോ ദാരിദ്ര്യമോ നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ വികലമാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമതായി, ഭൂമിയിലെ സമ്പത്ത് എളുപ്പത്തിൽ മനുഷ്യനൊരു വലിയ വിഗ്രഹമായി മാറുന്നു എന്നതാണ്. സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവന് ദൈവത്തെ സേവിക്കാൻ കഴിയില്ല എന്ന് മത്തായി സുവിശേഷം 6 അധ്യായം 24 വാക്യത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ചതാണ്. ധനികരായ അവിശ്വാസികൾക്ക് അവരുടെ ദൈവം അവരുടെ സമ്പത്താണ്. ധനികനായ യുവാവിനോട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള യേശുക്രിസ്തുവിന്റെ ആഹ്വാനം നിരസിച്ചത് തന്നെ ദൈവത്തെക്കാൾ തന്റെ സമ്പത്തിനോട് അയാൾ കൂടുതൽ സ്നേഹം കാണിച്ചു എന്ന് വ്യക്തമാക്കുന്നു. 24 വാക്യത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വായിക്കുന്നു. അക്കാലത്ത് അസാധ്യമായ ഒരു കാര്യത്തെ യഹൂദന്മാർ പ്രകടിപ്പിക്കുവാൻ ഇതുപോലെയുള്ള ചൊല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അതായത്, സമ്പത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ധനികർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് അസാധ്യമാണ് എന്നാണ്. 23 വാക്യത്തിലും 24 വാക്യത്തിലും യേശുക്രിസ്തു സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നീ പദങ്ങൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നു. അതായത്, ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ വ്യത്യാസമില്ലെന്നും രണ്ടും ഒരേ കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നതായി നാം വായിക്കുന്നു. സമ്പത്ത് ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ തെളിവായി യഹൂദർക്കിടയിൽ കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ധനികരായ ആളുകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും
അതിനാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഏറ്റവും സാധ്യതയുള്ള വ്യക്തികളാണെന്നും യഹൂദ റബ്ബിമാർ സാധാരണയായി പഠിപ്പിച്ചിരുന്നു. ആ ധാരണയും അതോടൊപ്പം ആർക്കും നിത്യജീവൻ നേടാൻ കഴിയും എന്ന ആശയവും യേശു ഇല്ലാതാക്കിയത് കേട്ടപ്പോൾ അമ്പരന്ന ശിഷ്യന്മാർ, അപ്പോൾ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക എന്ന് ചോദിച്ചു. പരീശന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടെ അവരിലെ സമ്പന്നർ സ്വർഗത്തിന് യോഗ്യരല്ലെങ്കിൽ ഒരു ദരിദ്രന് എന്ത് പ്രത്യാശയാണുള്ളത്? യേശു കർത്താവ് നൽകുന്ന ഉത്തരം യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ തന്നെ അടിസ്ഥാനമാണ്. മനുഷ്യന് ഇത് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നതിലൂടെ ദൈവത്തിന്റെ കൃപ, കരുണ, വിശ്വാസം എന്നീ ദാനങ്ങളിലൂടെയാണ് മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത് എന്നും നാം ചെയ്യുന്നതൊന്നും നമുക്ക് രക്ഷ നേടിത്തരുന്നില്ല എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സ്വയം കഴിയുന്നതല്ല. ഒരു വ്യക്തിക്ക് എല്ലാ ഭൗമിക അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ സ്വയം രക്ഷിക്കാൻ ഉള്ള ശക്തിയില്ല. രക്ഷ ദൈവത്തിന്റെ ദാനം മാത്രമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ദൈവകൃപയാൽ മാത്രമേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയൂ എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. മനുഷ്യർക്ക് സ്വയം സ്വർഗത്തിലേക്കുള്ള വഴി നേടിയെടുക്കാനോ ദൈവരാജ്യത്തിലേക്കുള്ള വഴി കണ്ടെത്താനോ കഴിയുകയില്ല. രക്ഷയ്ക്കുള്ള ഏക പ്രത്യാശ, ദൈവത്തോട് അടുക്കുന്നതിനുള്ള മനുഷ്യന്റെ ഏക ആശ്രയം എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൽ തന്നെയാണ് എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. 27-ാം വാക്യത്തിൽ പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ധനികനോട് തന്റെ പണം ഉപേക്ഷിക്കാൻ ക്രിസ്തു പറഞ്ഞപ്പോൾ ആ മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തോട് ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കാനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും അവനോട് സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും എന്ന വാഗ്ദാനം, ആ ത്യാഗത്തിന് പ്രതിഫലമായി അവന് ലഭിക്കുമെന്ന് യേശു കർത്താവ് പരാമർശിക്കുന്നത് പത്രോസ് കേട്ടിരുന്നു. ശിഷ്യന്മാരുടെ ലൗകിക സമ്പത്ത് ആ ധനികനായ യുവാവിൻ്റേതുപോലെ വിൽക്കാനോ ദരിദ്രർക്ക് കൊടുക്കാനോ അയാൾക്കുണ്ടായിരുന്നത്ര സ്വത്തുക്കൾ ഇല്ലായിരുന്നു. എന്നിട്ടും അവർക്കുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചു. അതായത് പലർക്കും മാതാപിതാക്കൾ, ഭാര്യമാർ, കുട്ടികൾ, വീടുകൾ, തൊഴിലുകൾ ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങി യേശുവിനെ അനുകരിച്ച് സ്വയം ത്യജിച്ച് ക്രിസ്തു നിമിത്തം നിരവധി കഷ്ടപ്പാടുകളൊക്കെ അവർ സഹിച്ചു. യേശുവിനെ അനുഗമിക്കാൻ ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ചു. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന് യേശു കർത്താവ് ധനികനായ യുവാവിനോട് പറഞ്ഞതുപോലെ ശിഷ്യന്മാർക്കും സ്വർഗത്തിൽ നിക്ഷേപം പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് പത്രോസ് അറിയാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ ചോദിച്ചത് എന്ന് മനസ്സിലാക്കാം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും എന്ന് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ രാജ്യത്വത്തെയും വിശ്വാസികൾക്ക് അവൻ നൽകുന്ന ഭാഗ്യാവകാശത്തെയും സൂചിപ്പിക്കുന്നു. 28-ാം വാക്യത്തിൽ യേശു അവനോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നാം വായിക്കുന്നു. ശിഷ്യന്മാർ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചതും തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെയും കർത്താവ് അംഗീകരിച്ചുകൊണ്ട് പുനർജനനം അഥവാ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്കും വലിയ സ്ഥാനം ലഭിച്ചിരിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. തന്റെ 12 ശിഷ്യന്മാർക്കായി 12 സിംഹാസനങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കും എന്നും അവരിലൂടെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ ന്യായം വിധിക്കപ്പെടും എന്നും കർത്താവ് പറയുന്നതായി കാണാം. ഇത് അപ്പോസ്തലന്മാരുടെ ആത്മീയ അധികാരത്തെയും ക്രിസ്തുവിന്റെ രാജ്യത്വത്തോടൊപ്പം അവരുടെ പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് സ്വർഗത്തിൽ അത്യധികം നിക്ഷേപം ഉണ്ടായിരിക്കുമെന്നും യേശുവിനോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളും അധികാരവുമുള്ള സിംഹാസനങ്ങളും സ്ഥാനങ്ങളും അവർ കൈവശപ്പെടുത്തുമെന്നും കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ പുതിയ യെരുശലേമിനെ കുറിച്ച് വിവരിക്കുമ്പോൾ 12 ശിഷ്യന്മാരെ കുറിച്ച് പരാമർശിക്കുന്നതായി കാണാം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യത്തിൽ പുതിയ യെരുശലേമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 29-ാം വാക്യത്തിൽ എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. മർക്കോസ് 10-ാം അധ്യായം 30-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ എന്നുകൂടി പറഞ്ഞിരിക്കുന്നതായി കാണാം. വിശ്വാസികൾക്ക് കർത്താവിനെ പ്രതി നഷ്ടപ്പെടുന്ന വീടുകൾ, ബന്ധുക്കൾ, ഭൂമി എന്നിവ 100 ഇരട്ടി ലഭിക്കുമെന്നതിന്റെ അർത്ഥം ഒരു വീട് നഷ്ടപ്പെട്ടവന് ആക്ഷരികമായി 100 വീടുകൾ ലഭിക്കുമെന്നോ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടവന് 100 സഹോദരന്മാരെ ആക്ഷരികമായി ലഭിക്കുമെന്നോ അല്ല, മറിച്ച് വിശ്വാസികൾ ആസ്വദിക്കുന്ന ദൈവസ്നേഹം, ക്രിസ്തുവിന്റെ സാന്നിധ്യം,
പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ മുതലായ കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനു വേണ്ടി അവർ ഉപേക്ഷിച്ചതോ നഷ്ടപ്പെട്ടതോ ആയ വസ്തുക്കളും ബന്ധുക്കളും നൽകുന്ന സന്തോഷവും ആനന്ദവും ഒക്കെ 100 ഇരട്ടി കൂടുതലും മികച്ചതുമായി ലഭിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് ഉപദ്രവങ്ങൾ ഉള്ളപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും സത്യവിശ്വാസികളായ സുഹൃത്തുക്കളെയും കൊണ്ട് ആത്മീയ ജീവിതം 100 വീടുകളും വയലുകളും സുഹൃത്തുക്കളും ഉള്ളതിനേക്കാൾ മധുരതരവും മികച്ചതുമാകുമെന്നും സംതൃപ്തരും ആയിരിക്കുമെന്നും വരാനിരിക്കുന്ന ലോകത്തിൽ അവനോടൊപ്പം നിത്യമഹത്വവും സന്തോഷവും ആസ്വദിക്കുമെന്നും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. 30-ാം വാക്യത്തിൽ എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും എന്ന് കർത്താവ് പറയുന്നതായി കാണുന്നു. മത്തായി സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇതേ വാക്യങ്ങളോടെയാണ് ഉപസംഹരിക്കുന്നത്. ഇത് നാം അടുത്ത അധ്യായത്തിൽ ചിന്തിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവരെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ചു മാത്രം ത്യാഗം ചെയ്തവരോടൊപ്പം നിത്യജീവന്റെ പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെടും എന്നാണ്. ഈ ഭൂമിയിൽ ദരിദ്രരോ നിസാരന്മാരായോ കണക്കാക്കപ്പെടുന്നവരായ പലരും നിത്യതയിൽ ഉയർത്തപ്പെടുകയും ആദ്യം വരികയും ചെയ്യും എന്ന് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.